ഹായ് ഹലോ വെൽക്കം ടു മാസ്റ്റർ കി അക്കാഡമി. ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഇതാ കേരള പോലീസിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ്? പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ തസ്തികയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് കാറ്റഗറി നമ്പർ നോക്കാം. 30/2026 കാറ്റഗറി നമ്പർ വരുന്നത്. 30/2026 കാറ്റഗറി നമ്പർ വരുന്നത്. ഡിപ്പാർട്ട്മെന്റ് നോക്കുക, കേരള പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. നെയിം ഓഫ് പോസ്റ്റ് ഞാനിപ്പോൾ പറഞ്ഞു, പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെ. സ്കെയിൽ ഓഫ് പേ നോക്കിയേ, 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് ശമ്പള സ്കെയിൽ വരുന്നത് അല്ലെ. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് ആണ് അല്ലെ. കേരള പോലീസിന് ഏറ്റവും വേണ്ട എന്താണ് പറയുന്നത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് എന്താണ്, ഡ്രൈവർ തസ്തിക അല്ലെ. അപ്പൊ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും നല്ല രീതിയിൽ വേക്കൻസി ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് വരുന്നത് നോക്കി, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് കണ്ടോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ്. സ്റ്റേറ്റ് വൈഡ് എക്സാം ആയിരിക്കും. ഏജ് ലിമിറ്റ് നോക്കുക, 20 വയസ്സ് മുതൽ 32 വയസ്സ് വരെ ഉള്ളവർക്കായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത്. നോക്കി, കാൻഡിഡേറ്റ് ബോൺ ബിറ്റ്വീൻ 2/1/1994 നോക്കി എന്ന് വെച്ചാൽ ജനുവരി 2 അല്ലെ 1994 ജനുവരി 2 അതുപോലെ തന്നെ 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് കണ്ടോ. 1994 ജനുവരി 2 2006 ജനുവരി 1 ഇടയിൽ ജനിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയൂ, ഈ പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ കഴിയൂ അല്ലെ. 1994 മുമ്പ് ജനിച്ചവർക്ക് പറ്റുമോ? പറ്റത്തില്ല. ഓക്കെ, 2006 ശേഷം ജനിച്ചവർക്ക് പറ്റുമോ? അവർക്കും പറ്റില്ല എന്നുള്ളതാണ് എന്താണ് ഏജ് ലിമിറ്റിലെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, 32 ആണെങ്കിലും ദ അപ്പർ ഏജ് ലിമിറ്റ് ഷാൾ ബി റിലാക്സ് അപ് ടു 35 ഇയേഴ്സ് ഓഫ് കാൻഡിഡേറ്റ് ബിലോങ് ടു അതർ ബാക്ക്വേർഡ്. OBC കാറ്റഗറിക്ക് 35 വയസ്സ് വരെ റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും അല്ലെ. 32 സാധാരണ ജനറൽ കാറ്റഗറിക്ക്. OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 35 വരെയും, SC ST കാറ്റഗറിക്ക് ആണെങ്കിൽ എന്താണ് 37 വയസ്സ് വരെയും എന്താണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുന്ന എന്താണെന്ന് നോക്കി, എന്താണ് പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ +2 പാസ്സായിരിക്കണം. വേറൊന്നും വേണ്ട, +2 പാസ്സായിരുന്നാൽ മാത്രം മതി. ഓക്കെ ആണല്ലോ. അടുത്ത ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ വരുന്നത് എന്താണെന്ന് നോക്കാം. നോക്കി, മസ്റ്റ് പൊസസ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെ. കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം കണ്ടോ. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ കണ്ടോ, ഗിയർ ഉള്ള മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നതിനുള്ള എന്താ പറയുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കും. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. ഹെവി പാസഞ്ചർ വെഹിക്കിൾ ഓടിക്കാൻ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഹെവി ഗുഡ്സ് വെഹിക്കിൾ ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ പോസ്റ്റിന് അയക്കാൻ കഴിയുന്നത്. അപ്പം ഈ പോസ്റ്റിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഉറപ്പായിട്ടും ഈ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ കൂടെ എന്ത് ചെയ്യണം, അത് ഓവർകം ചെയ്തിരിക്കേണ്ടതാണ് അല്ലെ. അപ്പൊ കൃത്യമായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അത് 4 വീലറിന്റെ മാത്രമല്ല പറയുന്നത്, എന്താണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ, ഹെവി പാസഞ്ചർ വെഹിക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് ഉൾപ്പെടെ ഉണ്ടായിരിക്കണം. ഇനി നോക്കിയേ, അടുത്ത ഹൈറ്റ് വരുന്നത് അല്ലെ. ഫിസിക്കൽ ക്വാളിഫിക്കേഷനിൽ ഹൈറ്റ് വരുന്നത് നോക്കുക, 168 സെന്റിമീറ്റർ കണ്ടോ. 168 സെന്റിമീറ്റർ ആണ് മെയിലിന് ഹൈറ്റ് വരുന്നത്. 168 സെന്റിമീറ്റർ താഴെയുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. ഫീമെയിലിന് വരുന്നത് 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി ചെസ്റ്റ് വരുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ്. എത്രയാണ്? 81 സെന്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും 5 സെന്റിമീറ്റർ കൂടെ എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യാൻ കഴിയണം അല്ലെ. അത് മെയിൽ കാൻഡിഡേറ്റിന് മാത്രമായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അവിടെയും റിലാക്സേഷൻ ഉണ്ട്, ശ്രദ്ധിക്കുക. ദ മിനിമം ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെന്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ് മെയിൽ കാൻഡിഡേറ്റ് ഷാൾ ബി 161 സെന്റിമീറ്റർ കണ്ടോ. ഷെഡ്യൂൾഡ് കാസ്റ്റിന് അല്ലെ, SC ST കാൻഡിഡേറ്റിന് സാധാരണഗതിയിൽ 168 വേണ്ടത്. ഇവർക്ക് എത്ര മതി? 161 സെന്റിമീറ്റർ മതി. ചെസ്റ്റ് നോക്കി 81 ആയിരുന്നു, ഇവിടെ എത്ര മതി? 76 76 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് വരേണ്ടത്. എക്സ്പാൻഷൻ വരുന്നത് 5 സെന്റിമീറ്റർ തന്നെയാണ്. പിന്നെ വരുന്നത് എന്താണ്, ഫീമെയിൽ കാൻഡിഡേറ്റ് SC ST ഫീമെയിൽ കാൻഡിഡേറ്റിനാണെങ്കിൽ
151 സെന്റിമീറ്റർ മാത്രം ഹൈറ്റ് ഉണ്ടായിരുന്നാൽ മതിയാവും. അതുപോലെ തന്നെ ഐസൈറ്റ് വരുന്നത് നോക്കുക. ഐസൈറ്റ് വരുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് പൊസസ് ദ വിഷ്വൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈഡ് ബിലോ വിത്തൗട്ട് ഗ്ലാസസ്. കണ്ടോ, കണ്ണാടി ഉണ്ടാവാൻ പാടില്ല. അവിടെ വിഷൻ വരുന്നത് നോക്കിയാൽ ഡിസ്റ്റന്റ് വിഷൻ, റൈറ്റ് ഐ 6x സ്നെല്ലനും ലെഫ്റ്റ് ഐ അതുപോലെ തന്നെ 6x സ്നെല്ലനും ആയിരിക്കും. ഓക്കെ ആണല്ലോ. നിയർ വിഷൻ വരുന്നത് ശ്രദ്ധിക്കുക. 0.5 സ്നെല്ലനും റൈറ്റ് ഐക്ക്, ലെഫ്റ്റ് ഐക്കും അതുപോലെ തന്നെ 0.5 സ്നെല്ലനായിരിക്കും നിയർ വിഷൻ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു കിഡിലം പോസ്റ്റാണ്. അപ്പോൾ ഒട്ടും മിസ് ചെയ്യരുത്. ജൂലൈ 1 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന തീയതി. അപ്പോൾ അതുകൊണ്ട് അതിനുള്ളിൽ എല്ലാവരും ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. നല്ലൊരു പോസ്റ്റാണ്, ഒട്ടും വിട്ടുകളയരുത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ വേക്കൻസി വരാൻ സാധ്യതയുള്ള ഒരു കിഡിലം പോസ്റ്റാണ് കേരള പോലീസിലേക്കുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ബൈ.